നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് പിങ്ക് ബോൾ ടെസ്റ്റാണ്, ഡേ നൈറ്റ് ടെസ്റ്റാണ്. അഡലൈഡിൽ 6-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്, ഡിസംബർ 6 മുതൽ ഡിസംബർ 10 വരെ. അതിനുവേണ്ടി ഇന്ത്യൻ ടീം ഇപ്പോൾ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ അഡലൈഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ കാൻബറയിൽ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11 പിങ്ക് ബോൾ കൊണ്ട് തന്നെ ഡേ നൈറ്റായിട്ടൊരു ഫ്രണ്ട്ലി മത്സരവും കളിച്ചിരുന്നു. ഏതായാലും ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം, ആദ്യ മത്സരം പെർത്തിൽ ടീം ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ രോഹിത് കളിച്ചിട്ടില്ല, ഗില്ല് കളിച്ചിട്ടില്ല. രോഹിത് ഇപ്പോൾ പാറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ട് നായകനായതുകൊണ്ട് അദ്ദേഹം ആദ്യ 11 വരും. അപ്പോൾ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റിയേ പറ്റൂ. അതോടൊപ്പം തന്നെ ശുഭ്മൻ ഗില്ല് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ വിരലിന് പരിക്കേറ്റത് കൊണ്ടാണ് കളിക്കാതിരുന്നത്. ഇന്നലെ അദ്ദേഹം പ്രാക്ടീസ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. സോ അദ്ദേഹവും പ്ലേയിങ് 11 വരും. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 എന്ത് മാറ്റം, അതാണ് ചോദ്യം. സാധാരണ വിന്നിംഗ് കോമ്പിനേഷൻ നിലനിർത്താൻ വേണ്ടി വിജയിച്ച ടീമിനെ തന്നെ അങ്ങ് നിലനിർത്തുകയാണ്. പക്ഷേ ഇവിടെ നിർബന്ധിത സാഹചര്യമാണ്. ഈ പ്രധാന താരങ്ങളെ മാറ്റി നിർത്തി എന്തായാലും കളിക്കാൻ ഇറങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ബൗളിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും, അശ്വിനും രവീന്ദ്ര ജഡേജയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് സാധ്യത. ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിലെ ഇന്ത്യയുടെ 11 യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ദേവദത്ത് പടിക്കൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ധ്രുവ് ജുറൽ, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്. ഇതായിരുന്നു ഫസ്റ്റ് ടെസ്റ്റിലെ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജഡേജ വരുമോ അശ്വിൻ വരുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ ബൗളിംഗ് ലൈനപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ക്രിക്കറ്റ് നിരൂപകരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ചേതേശ്വർ പൂജാര അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. ഈ 4 പേര് തന്നെ കളിക്കും, പ്ലസ് നിതീഷ് കുമാർ റെഡ്ഡി. അങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു ബൗളിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ. ബുംറ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ് പെർത്തിൽ നടത്തിയത്. സിറാജ് വാസ് ഓൾസോ ഗുഡ്. പിന്നെ ഹർഷിത് റാണ അദ്ദേഹം ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു രൂപത്തിൽ പിച്ചിങ് അപ്പ് എന്ന രൂപത്തിൽ പന്തെറിയുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലാണല്ലോ, ബോൾ ക്യാരി ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടുമില്ല. റൈറ്റ് സ്പോട്ടിൽ അദ്ദേഹം പന്തെറിയുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആണ് ഹർഷിത് റാണ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് അഡലൈഡിൽ. നിതീഷ് കുമാർ റെഡ്ഡി അത്രയധികം ബൗളിംഗ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിനും അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഈ 4 പേര് സീമേഴ്സായിട്ടുണ്ടാവും. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തെക്കാൾ മികച്ച ബൗളേഴ്സാണ് ജഡേജയും അല്ലെങ്കിൽ അശ്വിനും ഒക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് എബിലിറ്റി നമുക്കറിയാം. ഇപ്പോൾ ടോപ്പ് ഓർഡർ കൊളാക്സ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പ്ലേയിങ് ലെവലിൽ തുടരാൻ തന്നെയാണ് സാധ്യത. അപ്പം ബൗളിങ്ങിൽ നമ്മളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഇത് ചേതേശ്വർ പൂജാര ഇങ്ങനെ വിലയിരുത്തുന്നു. അതുതന്നെയാണ് നമുക്കും അതിനോട് യോജിക്കാനാണ് ഇപ്പോൾ പറ്റുക. പിന്നെ ബാറ്റിങ്ങിൽ എന്ത് മാറ്റം എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ശുഭ്മൻ ഗില്ലിനെ കളിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ദേവദത്ത് പടിക്കൽ പുറത്തു പോകുമെന്ന് തന്നെ കരുതണം. രോഹിത് ശർമ്മ, ധ്രുവ് ജുറലിന് പകരം വരും. അപ്പോൾ ഈ 2 ചേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോ മോർ ചേഞ്ച് ഇൻ ടീം എന്ന് തന്നെ കരുതണം. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും വിത്ത് ബാറ്റിംഗ് ഓർഡർ നമ്മളൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ രോഹിത് എത്തുമോ? ഇന്നലെ പിങ്ക് ബോൾ ടെസ്റ്റിൻ്റെ ഒരു സൂചന എന്ന രൂപത്തിൽ കാൻബറയിൽ നടന്ന മത്സരം നമ്മൾ എടുക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാളും രാഹുലുമാണ് ഓപ്പൺ ചെയ്തത്. പെർത്തിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. സോ അവർ തന്നെ തുടരാൻ സാധ്യത ഓപ്പണിങ്ങിൽ. അപ്പോൾ പിന്നെ നമ്പർ 3 ഗില്ല് വരും. നമ്പർ 4 കോഹ്ലി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് തന്നെ വരുന്നു. അപ്പോൾ രോഹിത് നമ്പർ 5 ഇറങ്ങേണ്ടി വരും. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഒരു പ്രാക്ടീസ് മത്സരത്തിൽ നമ്പർ 4 വന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എഡ്ജ് ചെയ്ത് സ്ലിപ്പിലേക്ക് പോയി. 3 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. ഏതായാലും രോഹിത് നായകൻ, അദ്ദേഹം തിരികെ എത്തും. അപ്പോൾ ജയ്സ്വാളും രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്ത് ഗില്ല് നമ്പർ 3, കോഹ്ലി നമ്പർ 4, രോഹിത് നമ്പർ 5 അങ്ങനെ വരാനാണ് സാധ്യത. പിന്നെ നമ്പർ 6 ഋഷഭ് പന്ത് വരുന്നു. അതിനുശേഷം നിതീഷ് നമ്പർ 7 വരികയും വാഷിംഗ്ടൺ സുന്ദർ നമ്പർ 8 വരികയും ചെയ്യാം. പിന്നെ ജസ്പ്രീത് ബുംറ, റാണ, സിറാജ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ പ്ലേയിങ് 11. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാണ് നമുക്ക് പറയാൻ പറ്റുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.